എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ എൻ്റെ ചിന്തയിലേക്ക് വന്ന ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്, അത് വേറൊന്നുമല്ല, ഇപ്പോൾ ഈ കുടുംബജീവിതത്തിലൊക്കെ എല്ലാവർക്കും താളപ്പുഴകളൊക്കെ വരുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു പാതി വഴിയൊക്കെ കഴിയുമ്പോഴാണല്ലോ എല്ലായിടത്തും പ്രശ്നങ്ങൾ തലവെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ അവരുടെ ഒരു 35-40 ഒക്കെ എത്തുമ്പോഴും പുരുഷന്മാരും അതേപോലെ 45 കഴിഞ്ഞൊരു 50-ലേക്കൊക്കെ എത്തുമ്പോഴാണ് എല്ലായിടത്തും പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നുള്ള പരാതികൾ വരുന്നതും. പല സ്ത്രീകളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർ മാറി താമസിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം കിട്ടും. പരസ്പര ധാരണയിൽ തന്നെ അവർ മാറി താമസിക്കുന്നുണ്ട്. ചിലർ ഡൈവേഴ്സിന് പോകും, ചിലർ പരസ്പര ധാരണയിൽ തന്നെ മാറി താമസിക്കും. സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ മക്കളുടെ മുന്നിൽ എന്നും വഴക്കും ഒക്കെ ആയി കഴിയുമ്പം കുഞ്ഞുങ്ങൾക്ക് തന്നെ അത് മെൻ്റലി അവർക്ക് ട്രോമ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അവർ മാറി താമസിക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഇങ്ങനെ മാറി താമസിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി 100% അവർക്ക് ആ വ്യക്തിയെ വ്യക്തി എന്ന് ഉദ്ദേശിച്ചത് ഞാൻ അവരുടെ പങ്കാളിയെ മറക്കാനോ അവർക്ക് കഴിയുന്നുണ്ടോ? അവർ 100% ഹാപ്പി ആകുമോ അവർ? എനിക്ക് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ വെച്ച് ഞാൻ പറയാണ്. ഇപ്പം അങ്ങനെ മാറി താമസിച്ചു, ചിലപ്പം അവർക്ക് അവരുടേതായ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ അവർക്ക് സാധിച്ചെടുക്കാൻ കഴിയുമായിരിക്കും. ചിലപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കും. അത് നേരെ മറിച്ച് ട്രാവൽ ചെയ്യുന്നത് ഒരാളുടെ കൂടെ ട്രാവൽ ചെയ്യാനാണ് അവർക്ക് ഇഷ്ടമെങ്കിലോ അവരേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കൂടെ അതവരുടെ പങ്കാളി തന്നെ ആയിരിക്കത്തില്ലേ. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ അവിടെ പോയി മാറി താമസിച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര സന്തോഷം കിട്ടുന്നത്, അവരത് ഓർത്ത് വിഷമിച്ചിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നില്ല അതിനോടൊരഭിപ്രായം. ഇപ്പം മാറി താമസിക്കുമ്പം ഈ വ്യക്തികൾ എന്താ പങ്കാളിയോട് ചെയ്യുന്നത്? ഫോർഗീവ് ആണോ അതോ ലെറ്റ് ഇറ്റ് ഗോ ആണോ ചെയ്യുന്നത്? ഇതിലേതാണ് അവർ ചെയ്യുന്നത്? അപ്പം ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.